ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. ചിലപ്പോൾ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ലായിരിക്കും ഇത് ഏത് വണ്ടിയാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്കൊരു SUV പ്രൊപ്പോർഷൻസ് ഒക്കെ ഈ വണ്ടിക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ കാണുമ്പോൾ സൈസ് അത്ര വലുതായിട്ട് തോന്നുന്നില്ല. ഇതെന്താണ് സംഭവം എന്നായിരിക്കും. ഇത് പുതിയ ഡേസിയ സ്പ്രിംഗ് EV ആണ്. ഈ ഡേസിയ എന്ന് പറയുന്ന പ്രൊണൗൺസിയേഷൻ ഞാൻ ആക്ച്വലി ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ നോക്കിയായിരുന്നു. മൂന്ന് രീതിയിലുള്ള പ്രൊണൗൺസിയേഷൻ ഉണ്ട്. ഡാച്ചിയ എന്ന് ബ്രിട്ടീഷ് ആക്സെൻറ്റിൽ പറയും, ഡേഷ്യ എന്ന് അമേരിക്കൻ ആക്സെൻറ്റിൽ പറയും. ഇന്ത്യൻ പ്രൊണൗൺസിയേഷൻ അവർ പറയുന്നത് ഡേസിയ എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെയായിരിക്കും പറയുന്നത്. ഏതായാലും ഈ വണ്ടി ഇപ്പോൾ നമ്മളിവിടെ കാണിക്കാനുള്ള റീസൺ ക്വിഡാണ്. കാരണം ഇത് റെനോയുടെ ക്വിഡിൻ്റെ ഒരു ബാഡ്ജ് എഞ്ചിനീയർഡ് പ്രൊഡക്റ്റ് ആണെന്ന് പറയും ഈ ഡേസിയ സ്പ്രിംഗ് എന്ന് പറയുന്നത്. അത് പുറത്തുണ്ടായിരുന്നു. ഇത് അതിൻ്റെ ഇലക്ട്രിക് വേർഷനാണ്. ആൻഡ് ഇപ്പോൾ ഡിസൈൻ വെച്ചൊക്കെ നോക്കുകയാണെങ്കിൽ ഡേസിയയുടെ പുതിയ ഡസ്റ്റർ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പണ്ട് ബിഗ്സ്റ്റർ കോൺസെപ്റ്റ് എന്ന് പറയുന്നൊരു വാഹനത്തിൻ്റെ പേരിൽ ഇത് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇനി അടുത്തവർ ശരിക്കുള്ള പുതിയ ജനറേഷൻ ഡസ്റ്റർ അൺവെയിൽ ചെയ്തു. അതിൻ്റെ ഡിസൈനുമായിട്ട് ഭയങ്കര രീതിയിലുള്ള സിമിലാരിറ്റി പുലർത്തുന്ന ഒരു വാഹനമാണ് ഈ പുതിയ സ്പ്രിംഗ് EV. ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈനൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ കറക്റ്റ് അതുപോലെയൊക്കെ തന്നെയാണ്. നമുക്ക് സ്പ്ലിറ്റ് ഹെഡ് ലാംപ്സിന് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിപ്പോഴത്തെ ക്വിഡിലുണ്ടായിരുന്നു 2020 2019 ആ സമയത്തൊക്കെ അതിനൊരു ഫേസ് ലിഫ്റ്റ് വന്നായിരുന്നു. ആ സമയത്ത് ഒരു മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നു പണ്ടത്തെ പഴയ ക്വിഡ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ. ഈ വണ്ടി പക്ഷേ ഇപ്പോൾ ഉള്ള ക്വിഡ് വെച്ച് നോക്കുമ്പോഴും നല്ല വ്യത്യാസമുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ടോപ്പ് എൻഡിൽ പ്രോപ്പർ LED DRLs അവൈലബിൾ ആണ്. ഇപ്പോഴത്തെ ക്വിഡിൽ അങ്ങനെ LED DRLs എന്ന് പറയും വളരെ തിന്നായിട്ടുള്ളൊരു ലൈനാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് പ്രോപ്പറായിട്ടുള്ള സംഭവമുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വലിയ ഗ്രില്ലൊക്കെ ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അതായത് മൊത്തം ഒരു ഗ്ലോസി ബ്ലാക്ക് തീമിലാണ് പിടിച്ച് പോയിരിക്കുന്നത്. പിന്നെ നമുക്ക് താഴത്തായിട്ട് ഇതിനകത്ത് ഹെഡ് ലാംപ്സ് അവർ കൊടുത്തിട്ടുണ്ട്. അത് LED ഒന്നും ആയിരിക്കേണ്ട സാധ്യതയില്ല. പക്ഷേ എന്തായാലും സംഭവം അവിടെ ഉണ്ട്. പിന്നെ മൊത്തത്തിലുള്ള ഒരു പ്രിൻ്റഡ് ഡിസൈൻ, അതായത് നമ്മളിപ്പം ബമ്പറിൻ്റെ അവിടെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കുറേ ഡോട്ടൊക്കെ ഉള്ള ഒരു വൈറ്റ് അല്ലെങ്കിൽ ഒരു ബേജ് പോലത്തെ കളർ പിടിച്ച് പോയിട്ടുണ്ട്. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ അത്യാവശ്യം സിമിലാരിറ്റി തോന്നും. കാരണം ഇതൊരു ഫേസ് ലിഫ്റ്റ് ആണ്. പക്ഷേ വെറും ഫേസ് ലിഫ്റ്റ് എന്ന് പറയാനും പറ്റില്ല. ഇതൊരു മേജർ ഫേസ് ലിഫ്റ്റഡ് വേർഷനാണ്. നമ്മളിപ്പം ഈ അടുത്ത് വന്ന ബലേനോ ബ്രസാക്ക് കണ്ടല്ലോ, ഏകദേശം ആ ഒരു തീമിലാണ് ഈ വണ്ടിയും പോകുന്നതെന്ന് പറയാം. കാരണം ഇതിൻ്റെ സൈഡ് പ്രൊഫൈലിൽ വലിയ വ്യത്യാസം ഇല്ലെങ്കിലും ഷീറ്റ് മെറ്റൽ അവർ ഉപയോഗിച്ചിരിക്കുന്നതിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് ആകെപ്പാട് വളരെ ഓഫായിട്ട് തോന്നുന്നത് ഇതിൻ്റെ ഡോർ ഹാൻഡിൽസ് ആണ്. ഇപ്പോഴത്തെ ക്വിഡിലുള്ള സെയിം ഡോർ ഹാൻഡിൽസ് തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. അത് ബോഡി കളറാണെന്ന് മാത്രം ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ. ഇവർക്ക് ഇനിയെങ്കിലും ഫുൾ ടൈപ്പ് കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. ഈ ഫ്ലാപ്പ് ടൈപ്പ് ഡോർ ഹാൻഡിൽസ് കൊടുക്കാണ്ട് ഈ വണ്ടിയുടെ മൊത്തത്തിലുള്ള ഡിസൈൻ നമ്മൾ നോക്കുന്ന സമയത്ത് ഒട്ടും അതുമായിട്ട് ജെല്ലായി പോകാത്ത രീതിയിലുള്ള ഡോർ ഹാൻഡിൽസ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ സി പില്ലറിൻ്റെ അവിടെ ചെറിയൊരു ബ്ലാക്ക് സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ബ്ലാക്ക് എലമെൻറ്റ് പോലെ. അതിൻ്റെ അകത്ത് സ്പ്രിംഗ് എന്ന് പറയുന്ന ബാഡ്ജിങ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ റൂഫ് റെയിൽസ് ഒന്നും കാണാനില്ല. പക്ഷേ ചിലപ്പോൾ അതൊക്കെ വരുമായിരിക്കും. നമുക്ക് ഇന്ത്യയിൽ ക്ലൈംബർ മോഡലിൽ റെനോ റൂഫ് റെയിൽസ് ഒക്കെ വെച്ചാണ് അവർ വാഹനം ഇറക്കുന്നത്. എന്തായാലും മൊത്തത്തിലുള്ള ഡിസൈനിൽ സൈഡ് പ്രൊഫൈലിൽ പിന്നെ നമുക്ക് ORVMസിൽ സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. റിയർ പ്രൊഫൈലിൽ ഡിസൈനും വ്യത്യാസമുണ്ട്. ഇപ്പോഴത്തെ ക്വിഡ് വെച്ച് നോക്കുമ്പോൾ ഈ വണ്ടി മൊത്തത്തിൽ ഇൻ ആൻഡ് ഔട്ട് വ്യത്യാസമാണ്. ബാക്കിലേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ കൈൻഡ് ഓഫ് SUV പ്രൊപ്പോർഷൻസ് ഇത്തിരി കുറയുന്നത്. ഇവിടെ നമുക്കൊരു ഹാഷ് ബാക്ക് പോലുള്ള ഡിസൈൻ തന്നെ തോന്നും. ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല SUV ഡിസൈൻ ഉണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ആ ഒരു ബമ്പറിൻ്റെ അവിടെയുള്ള ഈ പറയുന്ന മറ്റേ ഡോട്ടഡ് പാറ്റേണുള്ള ആ ഒരു ഡിസൈൻ എലമെൻറ്റ് ഇതിൻ്റെ അകത്തും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ടൈൽ ലാംപ്സ് നോക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി LED അല്ല, കുറച്ചൊക്കെ ഹാലജൻ എലമെൻറ്റ്സ് അതിൻ്റെ അകത്ത് കാണാം. പിന്നെ വലിയൊരു ബ്ലാക്കിൻ്റെ അകത്ത് ഡേസിയ എന്ന് പറയുന്ന ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. അതും ഇവർ ഈ പറയുന്ന SUV പ്രൊപ്പോർഷൻസ് ഒക്കെ മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംഭവം പോലെ ചെയ്തിരിക്കുന്നൊരു കാര്യമാണ്. പിന്നെ ബാക്കിൽ നമുക്ക് വൈപ്പർ അവൈലബിൾ ആണ്. നോർമൽ ഷാർക്ക് ഫിൻ ആൻറ്റിനി എന്നല്ല, സാധാരണ ആൻറ്റിനിയാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. എന്തായാലും മൊത്തത്തിൽ പറയുമ്പം വണ്ടിയുടെ ഡിസൈൻ അത്യാവശ്യം കുഴപ്പമില്ല എന്ന് പറയാം. ഇപ്പോഴത്തെ ക്വിഡിൻ്റെ ഡിസൈൻ വെച്ച് നോക്കിയാൽ കുറച്ചും കൂടെ അപ്പ് മാർക്കറ്റാണ് എന്ന് തീർച്ചയായും നമുക്ക് പറയാം. പക്ഷേ എക്സ്റ്റീരിയറിൽ മാത്രമല്ല മാറിയിരിക്കുന്നത്, ഇൻറ്റീരിയറിലും നല്ല വ്യത്യാസമുണ്ട്. പുതിയ ഡസ്റ്ററിൻ്റെ ആ ഒരു ഇൻറ്റീരിയർ ഡിസൈനിൻ്റെ ഇൻസ്പിറേഷൻ എടുത്തിട്ട് തന്നെയാണ് ഈ വാഹനത്തിൻ്റെയും ഇൻറ്റീരിയർ അവർ ഇപ്രാവശ്യം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊരു ചെറിയ എൻട്രി ലെവൽ വണ്ടിയാണെന്ന് തോന്നുന്നില്ല. അതിപ്പോൾ സ്റ്റിയറിംഗ് മുതൽ ഈ വണ്ടിയുടെ ഡാഷ്ബോർഡ് ഡിസൈൻ വരെ നമ്മൾ എടുക്കുകയാണെങ്കിൽ മൊത്തം മാറ്റിയിട്ടുണ്ട് അവർ. പുതിയൊരു ഇൻഡിവിജ്വലായിട്ട് നിൽക്കുന്ന 10.1 ഇഞ്ചസിൻ്റെ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ മാറിയിട്ടുണ്ട്. ഇപ്പോഴത്തെ വണ്ടിയിൽ വളരെ വൃത്തിയായിട്ട ക്ലസ്റ്ററാണ് വരുന്നത്. എനിക്ക് പേഴ്സണലി അത് ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ ഈ വണ്ടിയിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ബെറ്ററാണ്. ഇതിൻ്റെ അകത്ത് മറ്റേ കളർ TFT ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്. അല്ലാണ്ട് ഇപ്പോഴത്തെ വണ്ടിയിലുള്ള പോലെ മോണോക്രോം ഡിസ്പ്ലേ അല്ല. പിന്നെ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് അവൈലബിൾ ആണ്. സ്റ്റിയറിംഗ് നമ്മൾ ഈ അടുത്ത് ഡസ്റ്ററിൽ കണ്ട സെയിം സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ AC വെൻസിൻ്റെ ഡിസൈൻ, ഡാഷ്ബോർഡ് ലേഔട്ടൊക്കെ നോക്കുകയാണെങ്കിലും അതിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിലും ഈവൻ ക്വാളിറ്റി ആണെങ്കിൽ പോലും പണ്ടത്തെ ക്വിഡ് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഇമ്പ്രൂവ്ഡ് ആണ്. പിന്നെ അതിൻ്റെ അകത്ത് മൊത്തം ബ്ലാക്ക് തീം തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. ഇടയ്ക്ക് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൻ്റെ അവിടെയും പിന്നെ റൈറ്റ് സൈഡിൽ പാസഞ്ചർ സൈഡിൻ്റെ അവിടെയും സിൽവർ ഇൻസേർട്ടും AC വെൻസിൻ്റെ അവിടെ ആയിട്ടൊരു പച്ച കളർ ഇൻസേർട്ടും പിന്നെ AC വെൻസിൻ്റെ അകത്തായിട്ട് ഒരു ബ്രോൺസ് ഇൻസേർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് മൾട്ടി കളർ തീം എന്ന് വേണേൽ പറയാം. പക്ഷേ കൂടുതലും ബ്ലാക്ക് തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇനി അതല്ലാണ്ട് നോക്കുകയാണെങ്കിൽ പുതിയ AC കൺട്രോൾ പാനൽ കൊടുത്തിട്ടുണ്ട്. അത് കാണുമ്പോൾ ഓട്ടോ AC പോലെ തോന്നുമെങ്കിലും എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഓട്ടോ AC ആണ് എന്ന് കണ്ടിട്ട് തോന്നിയില്ല. ചിലപ്പോൾ ആയിരിക്കും. ഡിസ്പ്ലേ ഇല്ല എന്തായാലും അതിൻ്റെ അകത്ത്. ഒരു പക്ഷേ നമ്മുടെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിലും ഡിസ്പ്ലേ അവർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള ഗിയർ സ്റ്റിക്ക് ഒന്നുമില്ല.
ഒരു മോഡ് സെലക്ടർ പോലുള്ള സംഭവം തന്നെയാണ് വരുന്നത്. ഈ വണ്ടിയിൽ സ്പേസിൻ്റെ കാര്യത്തിലൊന്നും വലിയ വ്യത്യാസം പ്രതീക്ഷിക്കരുത് കേട്ടോ. ഓക്കെ, ഇത് EV ആയതുകൊണ്ട് ബാക്കിൽ ചിലപ്പോൾ ഫ്ലോർ പാൻ ഒരു ഇത്തിരി ഹൈ ആയിരിക്കും, അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ഈ വണ്ടി ഇന്ത്യയിലേക്ക് വരുമോ എന്നുള്ളൊരു ചോദ്യം നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, ഒരു പക്ഷേ പുതിയ ജനറേഷൻ ക്വിഡ് ഈ ഒരു രീതിയിൽ വരാനുള്ള സാധ്യതയുണ്ട്. പുതിയ ജനറേഷൻ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കാരണം അങ്ങനെ വലിയ ജനറേഷൻ അപ്ഡേറ്റ് ആയിട്ടൊന്നും ഇതിൻ്റെ അകത്ത് അവർ ചെയ്തിട്ടില്ല. പക്ഷേ പ്ലാറ്റ്ഫോമൊക്കെ സെയിം ആണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. വ്യത്യാസങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല വ്യത്യാസമുണ്ട്. ഈവൻ നമുക്ക് നേരത്തെ ക്വിഡിൽ ഫേസ് ലിഫ്റ്റ് വന്നു, ഇപ്പോൾ 2019 ഫേസ് ലിഫ്റ്റ് ആണെങ്കിൽ പോലും അതിൻ്റെ അകത്ത് അവർ ഫ്രണ്ടിലത്തെ ഡിസൈൻ മെയിനായിട്ട് മാറ്റിയെന്നല്ലാണ്ട് ഇൻറ്റീരിയറിൽ പുതിയൊരു 8 ഇഞ്ച് ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം ആഡ് ചെയ്തു, അത്രയൊക്കെ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും അതിൻ്റെ അകത്തും ചെയ്തിട്ടില്ലായിരുന്നു. ഇത് പക്ഷേ അങ്ങനെയല്ല, ഭയങ്കര കോംപ്രഹെൻസീവ് ആയിട്ടുള്ള അപ്ഡേറ്റ് തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ അവർ കൊടുത്തിരിക്കുന്നത്. ഇനി ഇലക്ട്രിക്കിൻ്റെ സ്പെക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ പെട്രോൾ അതിൻ്റെ സ്പെക്കൊന്നും വന്നിട്ടില്ല. ഈ പെട്രോളായിട്ട് ഇന്ത്യയിൽ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്കിപ്പോൾ ഉള്ള 1 ലിറ്റർ പെട്രോൾ എഞ്ചിനിൽ തന്നെ ആയിരിക്കും വരുന്നത്. എനിക്ക് തോന്നുന്നില്ല അതിലുള്ള വ്യത്യാസം വരുന്നത്. അതല്ലാണ്ട് ഇലക്ട്രിക്കലിൽ കിടക്കുകയാണെങ്കിൽ 26.8 kWh ബാറ്ററി പാക്കാണ് ഇതിൻ്റെ അകത്ത് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. 220 കിലോമീറ്റേഴ്സ് ആണ് ക്ലെയിംഡ് റേഞ്ച്. ഈ 26.8 എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സൈസാണ് കേട്ടോ. നമുക്കിവിടെ കിട്ടുന്ന ടിയാഗോ EVയിൽ 24 kWh ബാറ്ററി പാക്കാണ് വരുന്നത്. ഏത് ലോങ് റേഞ്ച് മോഡലിൽ. മീഡിയം റേഞ്ചിൽ 19.2 kWh സംതിങ് ഉള്ളൂ. ഇനി ഇതിൻ്റെ അകത്ത് തന്നെ 2 മോട്ടോർ കൺഫിഗറേഷൻ ഉണ്ട്. ഒന്ന് 45 bhp കൺഫിഗറേഷനും പിന്നെ വരുന്നത് 65 bhp കൺഫിഗറേഷനുമാണ്. ഇതിൻ്റെ അകത്ത് 45 bhp ഉള്ള മോഡൽ നമുക്ക് DC ഫാസ്റ്റ് ചാർജിങ് അവൈലബിൾ അല്ല. ആകെപ്പാടെ 11 kWh 12 kWh സംതിങ് വരുന്ന AC ഫാസ്റ്റ് ചാർജിങ് മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ നിങ്ങളിപ്പോൾ 65 bhp ഉള്ള മോഡൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് 30 kWh വരെയുള്ള ഫാസ്റ്റ് ചാർജിങ് സ്പീഡ്സ് DC ചാർജിങ്ങിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും 30 kWh ഉള്ളൂ. 60 kWh 50 kWh ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്. പിന്നെ ബാറ്ററിയുടെ സൈസും ചെറുതായതുകൊണ്ട് 30 kWh എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 1 hourൽ ഫുൾ ചാർജ് ആവാനുള്ള സാധ്യതയുണ്ട്. ഞാനിതിൻ്റെ ഈ മോട്ടറും ബാറ്ററി അങ്ങനത്തെ സാധനത്തിൻ്റെയൊക്കെ സ്പെക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടിരുന്നത്, നമുക്ക് ഇന്ത്യയിൽ ഈ സെയിം സ്പെക്ക് കിട്ടണം നിർബന്ധമൊന്നുമില്ല. കാരണം ഇതിപ്പം ഒരു ഇൻ്റർനാഷണൽ റിവ്യൂല് പോലെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ ഇറങ്ങിയിട്ടില്ല. ഇന്ത്യയിൽ വരികയാണെങ്കിൽ തീർച്ചയായും നമുക്ക് റെനോ ബാഡ്ജിങ്ങിന് ഉണ്ടല്ലോ തന്നെ വരുള്ളൂ. കാരണം ഇവിടെ ഡേസിയ എന്ന് പറയുന്നൊരു ബ്രാൻഡ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഈവൻ അവരുടെ ഡസ്റ്ററാണ്, ശരിക്കും ഡേസിയ ഡസ്റ്ററാണ്, അത് നമുക്ക് റെനോ അവരുടെ പേരിൽ ഇവിടെ തന്നെന്ന് മാത്രം. അത് പണ്ടേ അങ്ങനെ തന്നെയായിരുന്നു. ഈവൻ ലോഡ്ജ് ഒക്കെ ഡേസിയയുടെ തന്നെയാണ്. ആകെപ്പാടെ കുറച്ച് വണ്ടികൾ, ഫ്ലുവൻസ്, കോളിയോസ് തുടങ്ങിയ വണ്ടികൾ മാത്രമേ റെനോയുടെ പ്രോപ്പർ വണ്ടികൾ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളൂ. ആൻഡ് ക്വിഡും റെനോയുടെ തന്നെയാണ്. അത് ഡേസിയ എടുത്ത് ബാഡ്ജ് എഞ്ചിനീയർ ചെയ്ത് വെക്കുന്നതാണ് പുറത്തൊക്കെ. എനിവേ, ഇപ്പോൾ നിങ്ങൾ ഈ വണ്ടി കണ്ടു, ഇതിൻ്റെ ഡിസൈൻ കണ്ടു. ഈ വണ്ടിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻസിൽ പറയുക. ഇനി നമുക്ക് ഓൾട്ടോയുടെ എക്സ്പ്രസോയുടെ ഒക്കെ റൈവലായിട്ട് ഇങ്ങനെ ഒരു വണ്ടി വരികയാണെങ്കിൽ അത് സക്സസ്ഫുൾ ആവാനുള്ള സാധ്യതയുണ്ടോ? അതായത് ഇനിയിപ്പോൾ ഇതിൻ്റെ പെട്രോൾ വേർഷൻ വരണോ അതോ ഇലക്ട്രിക് മാത്രം വന്നാൽ മതിയോ? ഇതിൻ്റെ ഇലക്ട്രിക് വരികയാണെങ്കിൽ നമ്മുടെ കോമറ്റീവിക്കൊക്കെ അത്യാവശ്യം നല്ല റൈവലായിരിക്കും. പ്രത്യേകിച്ച് പ്രൈസും കൂടെ കൈൻഡ് ഓഫ് ഒരു 7-8 lakhs അടുത്തൊക്കെ ആയിട്ട് വെക്കാൻ പറ്റിക്കഴിഞ്ഞാൽ. എന്തായാലും ഇതാണ് പുതിയ ക്വിഡ് EVയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് goodbye.